ഹലോ, നമസ്കാരം. ഒരു ചെറിയ വ്ളോഗ് ഞങ്ങൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പതിവ് പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റില്ല, ഞാനാണത്. അതുകൊണ്ട് തന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചു ഡേയും. പിന്നെ മുടി വെട്ടാൻ പോയി. ഇവനെ മുടി വെട്ടാൻ കൈയുള്ള എൻ്റെ മുടി കൈയിട്ടാൽ കൈ കിട്ടില്ല, അതാണ് പ്രത്യേകത. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയായ ജസീലനെ കൂട്ടാൻ പോയി, അവളെ കൂട്ടി. പിന്നെ ഞങ്ങളിതാ തേരാപ്പാരബും വിട്ട് അവിടേക്ക് കുറച്ച് പോകാണ്ട് ഗൈസ്. അങ്ങനെ പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളുടെ ഞങ്ങളിങ്ങനെ പോയി 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 പ്രകൃതി ഭംഗിനെ കുറിച്ച് പറയാനാണ് എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. വയലട ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്, എ കൈൻഡ് ഓഫ് തെറാപ്പി. അതാണ് വയലട. എന്താച്ചാൽ അവിടെ നമ്മളെ ഈ വയനാട് മാതിരിയാണ്. ആക്ച്വലി ഓന് വയനാടിനെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട്, പക്ഷെ പറയാനൊന്നും വാക്കുകൾ കിട്ടാത്തതിനെ കൊണ്ട് ആ വയനാട് പോലെ എന്നൊക്കെ പറഞ്ഞ് ക്ഷമിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം അച്ചായൻ്റെ ഇതാണ് നമ്മളെ ജസീല. കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരും? അവളെ പട്ടി കടിച്ച കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ അച്ചായൻ്റെ ഫുഡ് സ്പോട്ട്. നമ്മളെപ്പോഴും വന്നാലും അച്ചായൻ്റെ അടുത്ത് നിന്ന് ബീഫും പൂള അടിച്ചിട്ടേ പോകുള്ളൂ. എന്ത് പറയാനാ ഗൈസ്, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നും ഇത്ര ടേസ്റ്റുള്ള ബീഫും പൂള അല്ലെങ്കിൽ കപ്പ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ അച്ചായനെ വിളിച്ച് അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയതാ ഞങ്ങളിതാ അവിടെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന്. പിന്നെ അവിടുത്തെ പൂക്കളൊക്കെ ആസ്വദിച്ച് പൂവിൻ്റെ പൂ കണ്ടാലേ പ്രാന്താണ്, ഫോട്ടോ എടുക്കലും ആക്കലും. എനിക്ക് ആ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് പിക്കൊക്കെ എടുക്കും. പിന്നെ ഞങ്ങൾ കുറേ എന്തൊക്കെയോ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. ബീഫ് അച്ചായൻ കൊണ്ടുവന്നു, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞാനാണെങ്കിൽ എങ്ങനെ അച്ചാരി കടിക്കാന്ന് വേഗം അച്ചായൻ തന്നു, എടുത്തടിച്ചു. ഇതൊന്നും നോക്കിയില്ല ആരെയും. ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പിന്നെ ആരെയും നോക്കില്ല കേട്ടോ. പിന്നെ വ്ളോഗൊന്നും എടുക്കാനുള്ള മൂഡില്ലായിരുന്നു. ഞാനായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വേഗം ഒന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് കഴിക്കേണ്ട ഒരു തിരക്കിലായിപ്പോയി. മറ്റവനാണെങ്കിൽ ലേസും പിടിച്ച് കളിച്ചത്, അവനാണെങ്കിൽ തിന്നയല്ല. ജസീലൻ്റെ മോനാണത്, അത് ലേസ് മതി. ജസീലൻ്റെ കുറേ കോപ്രായങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഭക്ഷണം. നല്ലൊരു പോളിംഗ് ആയിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഫോണൊക്കെ ഫോൺ കുറേ നേരം എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിത്തിരി പോലും വേസ്റ്റ് ആക്കിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. അവനത് അച്ചായൻ കാണാണ്ടായിരുന്ന പൂവൊക്കെ പറിച്ചുകൊണ്ടോ ഞാനവൻ്റെ ചെവിയിലും വെച്ചെടുത്തു. ഫോട്ടോ എടുക്കാൻ ഇതുവരെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ അവിടെ നിന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പൂക്കള നടുവെന്ന്. നല്ല രസമല്ലേ? അതാണ് ഞങ്ങൾ. പിന്നെന്താക്കാനാ, ഞങ്ങൾ മെല്ലെ സംസാരിച്ച് മെല്ലെ അവിടുന്ന് വിടാനുള്ളൊരു ഗ്യാപ്പിലായിരുന്നു. എന്നാലും കുറച്ച് അവിടെ ഇരിക്കാന്നുള്ളൊരു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നല്ലോണം സംസാരിക്കാന്നൊക്കെ വിചാരിക്കും, പക്ഷെ നല്ലോണം ഒന്നല്ല, നല്ല എന്തോ കച്ചറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ശരിക്കും. പിന്നെ നമ്മൾ നേരെ ക്ലൗഡ്സ് ബേ വയലട വ്യൂ പോയിന്റിലേക്ക് പോയി. ആക്ച്വലി ഞങ്ങൾ ഈ വഴിക്കല്ല പോവല്. നമ്മൾ വണ്ടി കൊണ്ടുവച്ച് എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകത വെച്ചാൽ ബുള്ളറ്റിൻ്റെ മുകളിൽ 4 ആൾക്കാരെന്ന് യാത്ര ചെയ്ത്, അതൊരു മെയിൻ. പിന്നെ അവൾ ചാടിക്കറി ഞാൻ കൊടുക്കും ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓടി പോകാണ്ടി. എന്നിട്ട് അവൾ കൊടുത്തോ? അവൾ കൊടുത്ത്, അവളെന്നാ ഗൈസ് കൊടുത്ത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ക്ലൗഡ്സ് ബേ. നമ്മളിവിടെ എത്തി. നമുക്കിവിടെ ഇഷ്ടമില്ല കേട്ടോ ശരിക്കും, നമുക്ക് മറ്റേ വഴിയാണ് ഇഷ്ടം. പിന്നെ സൺസെറ്റിൻ്റെ ടൈമായി നടക്കാമല്ലോ, കുറച്ച് നടന്ന് കയറാണ്ട്, കുറച്ച് ഊഞ്ഞാലാടാണ്ട്. ഞാനങ്ങനെ ആവേശത്തിൽ പോയ ഊഞ്ഞാലാടെ ചെക്കനാണെ പറഞ്ഞ് എന്നെ കയറ്റുന്നത്. ആയിക്കോട്ടെ എന്നാൽ ഓനെ കയറ്റി. അപ്പോഴേക്ക് മറ്റോൾ ചാടി കേടി ആടിയിരുന്നു. അപ്പം ഇൻ്റെ പോയി സ്ഥലം. അങ്ങനെ മൻസൂർ ശശിയായി. അതപ്പോൾ ഞാൻ എന്താക്കി, ഇപ്പുറത്തെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിമ പിടിച്ച് കയറാൻ നോക്കുവാണെങ്കിൽ താഴെ വീണ്. പിന്നെ ചെക്കനാണെ പറക്ക ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അഭ്യാസങ്ങൾ കളിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയി. ചെക്കനാണ് ലൈൻ അടിക്കുന്നത്. അവിടെ നിന്ന് ഒരു കുട്ടീനെ കണ്ടിട്ട് നോക്കി നിൽക്കാൻ, ഞാൻ പിന്നെ സൈഡ് മാറി. രാത്രിയായി, ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അതിനിടയിൽ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കേട്ടോ. പിന്നെ എത്രയോ സമയം കഴിഞ്ഞിട്ട് ചാർജിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഐസ്ക്രീം കഴിക്കാൻ പോയതും ഫുഡ് കഴിക്കാൻ പോയതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രാത്രി പിന്നെ ചാർജ് ചെയ്തെടുത്തു. രാത്രി ഒരു അധികം സമയമൊന്നും ആയിട്ടില്ല, 1 മണി ആയിട്ടുള്ളൂ. ഞങ്ങൾ സംസമ്മ പോയി. ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, പോളിംഗ് ആയിട്ട് സാധാരണ അടിക്കുന്ന തന്തൂരിയും അണി അൽഫാമും അടിച്ചു. പിന്നെ മെല്ലെ വണ്ടി സ്റ്റാർട്ടാക്കി മെല്ലെ ഉറക്കത്തിൻ്റെ മൂഡിലായിരുന്നു.
സമയം രാത്രി 2 മണി ആയിട്ടുണ്ട്. 2 മണി കോഴിക്കോട്, 2 മണിക്കുള്ള കോഴിക്കോടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്രനാണ്. രാത്രി ചന്ദ്രനെ കണ്ടുകൊണ്ട് വെറുതെ എടുത്തുന്നുള്ളൂ. സോ ബൈ ബൈ, സൈനിങ് ഓഫ്. ബൈ ബൈ.